കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷെ അത് ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാല് കളിയും ജീവിതമൊക്കെ ഒരുപോലെ തോൽക്കും, അടിയൊന്ന് പതറും. ഇന്നലെ ഡേവിഡ് മില്ലർ 2 ബോളിൽ 2 റൺ വേണ്ട സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അവൻ ചെയ്തില്ല. കാരണം അവന്റെ പാർട്ണർ വിശ്വാസം ഉണ്ടായി കാണത്തില്ല അല്ലെ. അങ്ങനെയാണ് നമ്മൾ കളി കാണുന്നത്, നമുക്ക് മനസ്സിലാക്കുക. ഒരു ബോളിൽ 1 റൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു പാർട്ണറാണ് നോൺ സ്ട്രൈക്കറിൽ ഉള്ളത് എന്നുള്ളതാണ് ഡേവിഡ് മില്ലർ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പക്ഷെ കുൽദീപ് എന്നൊരു ബാറ്റ്സ്മാന് ഇറങ്ങിയ സമയത്ത് അവന് കോൺഫിഡന്റ് ആയിരുന്നു, ഡേവിഡ് മില്ലറാണ് ഓപ്പോസിറ്റ് ഉള്ളത്, എന്റെ ജോബ് എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഹി ഡിഡ് ദാറ്റ്. അവൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തേർഡ് മാനിലോട്ടേക്ക് ഒരു ബോൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തത് തന്റെ പാർട്ണർക്ക്. പിന്നെ ഒരു 6 അടിച്ചിട്ടുണ്ട്, 106 മീറ്ററിൽ 6. മാൻ, ഹെവി 6 ആയിരുന്നു അത്. അതൊരു ഏതൊരു ക്രിക്കറ്റ് പ്ലെയറും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ട് ആയിരുന്നു. ബട്ട് എന്തൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് എന്താ, അവന്റെ ഒരു ബാഡ് ഡെസിഷൻ, ഡേവിഡ് മില്ലറിന്റെ ഒരു ബാഡ് ഡെസിഷൻ, ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാതിരുന്ന ആ ഒരു ബാഡ് ഡെസിഷൻ, അറ്റ്ലീസ്റ്റ് ഒരു സൂപ്പർ ഓവറിലൊക്കെങ്കിലും കളി എത്തുമായിരുന്നു. ഓവർ കോൺഫിഡൻസ്. ഇത് തന്നെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ കളിക്കാരനായി കഴിഞ്ഞാലും എത്ര വലിയ മനുഷ്യനായി കഴിഞ്ഞാലും ഓവർ കോൺഫിഡൻസ് കൊണ്ട് പല മിസ്റ്റേക്കുകളും നമുക്ക് പറ്റും. ട്രസ്റ്റ് യുവർ പാർട്ട്ണർ. വിശ്വസിക്കൂ, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വിശ്വസിക്കൂ, നിങ്ങളെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കൂ, നിങ്ങളുടെ പാർട്ട്ണറെ വിശ്വസിക്കൂ. യു കനോട്ട് ഡു എവറിഥിങ് അലോൺ. പക്ഷെ ഡേവിഡ് മില്ലർ ചെയ്തത് ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി. വാട്ട് ഡു യു തിങ്ക്?